ഈ ദുർബലാദീസിനെ പറ്റി പിന്നെന്ത് ചർച്ചയാണ്? ഇനിത് ചർച്ച ചെയ്യാൻ സൗദിയിലേക്ക് പോണോ? ഇത് ചർച്ച ചെയ്യാൻ ഗൾഫ് പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് പോണോ? ഇത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേതെങ്കിലും ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് പോണോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പിന്നെന്ത് ചർച്ചയുള്ളത്? ഹദീസ് തന്നെ ദുർബലല്ലേ? പിന്നെ മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം ചർച്ചയുണ്ടോ? ചർച്ചയില്ല. മുജാഹിദുകൾക്ക് ചർച്ചയില്ല. മുജാഹിദുകളിൽ അല്ലാത്ത വല്ലവരും ഉണ്ടെങ്കിൽ അവർ ഒരു വിഷയം ചർച്ച ചെയ്തേക്കും. എന്നാലും ഈ വിഷയം ആളുകളുടെ ഇടയിൽ ബാക്കിയാണ്. ജമിയത്തുൽ ഉലമയുടെ ഒരു ദൗറയിൽ ഞാനാണ് ആവശ്യപ്പെടുന്നത്, നമുക്ക് യാ ഇബാദല്ലാഹ് ഐനുനി എന്ന ഹദീസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്യണം. ആ യോഗത്തിൽ വെച്ച് അടുത്ത ദൗറയിൽ, അതായത് ഡിസംബർ 26 ചേരുന്ന യോഗത്തിന്റെ ചർച്ചാ വിഷയം ഇതാക്കണം എന്ന് തീരുമാനിച്ചു. ഈ ദുർബലാദീസിനെ പറ്റി പിന്നെന്ത് ചർച്ചയാണ്? എന്നാലും ഈ വിഷയം ആളുകളുടെ ഇടയിൽ ബാക്കിയാണ്. ജമിയത്തുൽ ഉലമയുടെ ഒരു ദൗറയിൽ ഞാനാണ് ആവശ്യപ്പെടുന്നത്, നമുക്ക് യാ ഇബാദല്ലാഹ് ഐനുനി എന്ന ഹദീസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്യണം. ഇനിത് ചർച്ച ചെയ്യാൻ സൗദിയിലേക്ക് പോണോ? ഇത് ചർച്ച ചെയ്യാൻ ഗൾഫ് പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് പോണോ? ഇത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേതെങ്കിലും ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് പോണോ? ജമിയത്തുൽ ഉലമയുടെ ഒരു ദൗറയിൽ ഞാനാണ് ആവശ്യപ്പെടുന്നത്, നമുക്ക് യാ ഇബാദല്ലാഹ് ഐനുനി എന്ന ഹദീസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്യണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പിന്നെന്ത് ചർച്ചയുള്ളത്? ഹദീസ് തന്നെ ദുർബലല്ലേ? പിന്നെ മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം ചർച്ചയുണ്ടോ? ചർച്ചയില്ല. മുജാഹിദുകൾക്ക് ചർച്ചയില്ല. ഞാനാണ് ആവശ്യപ്പെടുന്നത്, നമുക്ക് യാ ഇബാദല്ലാഹ് ഐനുനി എന്ന ഹദീസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്യണം. മുജാഹിദുകളിൽ അല്ലാത്ത വല്ലവരും ഉണ്ടെങ്കിൽ അവർ ഒരു വിഷയം ചർച്ച ചെയ്തേക്കും. ഞാനാണ് ആവശ്യപ്പെടുന്നത്, മുജാഹിദുകളിൽ അല്ലാത്ത വല്ലവരും ഉണ്ടെങ്കിൽ അവർ ഒരു വിഷയം ചർച്ച ചെയ്തേക്കും.